ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാൻ ഇന്ന് 8:30 എണീറ്റ പാടെ തന്നെ ഞാൻ ഫോൺ എടുത്തു, ഗെയിംസൊക്കെ കളിച്ച് അങ്ങനെ കിടന്നു. ഹായ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മണി 8:30 പോകുന്നു. ഞാനിനി നിങ്ങൾക്ക് എൻ്റെ ഡേ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഇന്ന് നമുക്ക് ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് രാവിലെ കോളേജിൽ പോകണം, പഠിക്കാനും ചെയ്യാം. കോളേജിൽ പോയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ കളക്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം മണി 8:45 പോകുന്നു. ഞാൻ പല്ലേച്ചു, മുഖം കഴുകി, ഇനി ഗെറ്റ് റെഡി ആയിട്ട് നമുക്ക് കോളേജിൽ പോകാം. അതുവരെ നിങ്ങൾ രാവിലെ ആയതുകൊണ്ട് എൻ്റെ ബ്രെയിൻ ഓഫ് ആണ്. ഞാൻ പോകാനുള്ള ഉടുപ്പൊക്കെ അയൺ ചെയ്ത് വെച്ചു. നോക്കിയപ്പോൾ എൻ്റെ ഫോണിലോട്ടും ചാർജില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോൺ ചാർജിന് വച്ചിട്ട് ഉടുപ്പൊക്കെ ഇട്ട് റെഡിയാവാൻ നോക്കാം. ഗൈസ്, എൻ്റെ ഫോണിലോട്ടും ചാർജില്ല. ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചേക്കുവാണ്. ഇതൊരു ഓപ്പോ ഫോണാണ്. അതാണ് ഞാനിങ്ങനെ വെളുത്ത് കേട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ മാറ്റി ഗൈസ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് ഞാനിപ്പോൾ തൽക്കാലം കോഫി കുടിക്കാൻ പോവുകയാണ്. എൻ്റെ അമ്മ ഒരു ജില്ലയ്ക്കുള്ള കാപ്പി ഇട്ട് തന്നിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല എത്രയും ക്വാണ്ടിറ്റി തന്നതെന്ന്. എന്തായാലും നമുക്ക് കുടിക്കാം അത് തൽക്കാലം. ഓക്കെ, അതുവരെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ. ഓക്കെ ഗൈസ്, ഞാൻ ഈ ഔട്ട്ഫിറ്റ് ഇന്ന് ഇട്ട് നോക്കിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇട്ട് നോക്കുമ്പോൾ എനിക്ക് പിടിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഇനി വേറെ ഔട്ട്ഫിറ്റ് ആളാക്കുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇതിട്ട് മിണ്ടാണ്ട് പോവാം. ഓക്കെ, ഞാൻ കോഫി കുടിച്ചു. ചപ്പാത്തി കഴിക്കാൻ ബ്രെഡ് ഗൈസ്, ഇതെന്താ സാധനം? ഞാൻ ബ്രെഡ് കഴിക്കാൻ പോകുന്നു. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഷൂ പൊടി പിടിച്ചിരിക്കുന്നത്, അഴുക്കല്ല പൊടി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴുകി ഈ ഷൂ വൈപ്സ് വച്ചിട്ട് ഞാൻ അതൊന്ന് തുടച്ചു കളയാമെന്ന്. ഓക്കെ ഗൈസ്, ഞാൻ തുടച്ചിട്ട് ഗൈസ്, ഞാൻ സൂപ്പർ ലൈറ്റ് ആവുകയാണ്. സോ എനിക്കെല്ലാം കാണിക്കാൻ പറ്റുന്ന അറിയത്തില്ല. ഞാൻ ഐലൈനർ വരച്ചു, മേക്കപ്പ് ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടില്ല, ഫുഡ് കഴിച്ച ലിപ്സ്റ്റിക് ഇടും. This is my OOTD with white shoes, tote bag and അങ്ങനെ ഞാൻ റെഡിയായി. മുടിയൊക്കെ ഞാൻ ചെയ്യിക്കണം, ബാക്കിയൊക്കെ ഏകദേശം റെഡിയായി. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു. ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന ഇൻസൈറ്റിൻ്റെ നോൺ ട്രാൻസ്ഫർ ലിപ് കളർ ഇൻ ദ ഷെയ്ഡ് കോഫി കമാൻഡ്. ഐ ലൈക്ക് ദിസ് ടു. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇട്ടേക്കുന്നത്. Give you the review guys. One eternity later. ഗായ്സ്, അങ്ങനെ 1 eternity later ആയാലും ഷാങ്കി നമ്മളെ വിളിക്കാൻ വന്നു. ഞങ്ങളങ്ങനെ കാടും മലയും കുന്നുമൊക്കെ കയറി ഞങ്ങളുടെ കാട്ടിലെ കോളേജിലോട്ട് പോവുകയാണ്. 3 വർഷം ഈ വഴി പോയപ്പോൾ ഇത്രയും ദൂരം തോന്നിയില്ല ഗായ്സ്. ഇത് പോയിട്ടും തീരാത്തൊരു വഴിയായിപ്പോയി ഞങ്ങളുടെ ഗായ്സ്. ഞങ്ങളങ്ങനെ കോളേജിലെത്തി. കാടും മലയും ഒക്കെ കയറി ഞങ്ങളിവിടെ ടച്ചിങ് അപ്പൊക്കെയാണ്. ശില്പുവിൻ്റെ ടോപ്പ് നല്ലതല്ലേ ഗൈസ്? ശില്പു പഴയ ഇംഗ്ലീഷ് നടിയായിരുന്നു. ശില്പു മറ്റേ സീതാരാമനിലെ സീതയുടെ ബ്ലൗസ് പീസൊക്കെ ആയിട്ട് ആണ്. അപ്പം ഞങ്ങളങ്ങനെ കോളേജിലൊക്കെ നടക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ കോളേജിൽ കയറി വന്ന ഉടനെ ശില്പു ഞങ്ങളുടെ പേരും നാളും ഒക്കെ രജിസ്റ്റർ ചെയ്തു. ഞങ്ങൾ ഉടനെ വാഷ്റൂമിൽ പോയി മുഖം കണ്ടു. പിന്നെ ഇവിടെ ഇരുന്ന് ഈ വീഡിയോസൊക്കെ കണ്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ റിക്വസ്റ്റ് ലെറ്ററുമായിട്ട് അവിടെ വെയിറ്റിംഗ് റൂമിൽ. ഞങ്ങൾ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ടീച്ചറിനൊക്കെ സംസാരിച്ചു. വേറെ ടീച്ചറെ കാണാൻ പോവുകയാണ്. ഇവർക്കും എൻ്റെ വ്ളോഗ് ചെയ്യാൻ താല്പര്യം. ഞാനിവിടെ ഞങ്ങളുടെ വാഷ്റൂമിലാണ്. ഷങ്കിരിയോട് ചീപ്പെടുത്ത് മുടിച്ചിക്കാൻ പോകുന്നു. ബാക്കി എല്ലാവരും ഇവിടെ അവരുടെ ഫേസ് നോക്കുന്നു. ഞങ്ങൾ ടീച്ചേഴ്സിനെ കണ്ട് സംസാരിച്ചു. അല്ലേ ശില്പു?
എങ്ങനെയുണ്ട് കോളേജിൽ തിരിച്ചു വന്നപ്പോൾ? കൊള്ളാം. ഇഷ്ടപ്പെട്ട കോളേജ്? എനിക്ക് അത്രയ്ക്ക് ലവൊന്നുമില്ല ഈ കോളേജിനോട്. നിങ്ങൾക്ക് എന്താ കോളേജിനെ പറ്റിയുള്ള അഭിപ്രായം? ഫുൾ സന്തോഷം മാത്രം. ഹായ് ഗൈസ്, ഞങ്ങളങ്ങനെ ആ പടിയിലിരുന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി. ചന്ദനമഴ സീരിയൽ തീരാൻ പോലും ഞാൻ ഇത്രയും കാത്തിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങളിരുന്ന് കാത്തിരുന്നത്. ഹായ് ഗൈസ്, ദാറ്റ് വാസ് ശ്രേയ. സേ ഹായ് ടു ശ്രേയ. ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഗോസിപ്പൊക്കെ അടിച്ചിരിക്കുമായിരുന്നു. ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് സീറ്റിംഗ്. ഷാങ്കിരെ കാണാൻ കൊള്ളൂല ഗൈസ്. സീറ്റിംഗ് ഇച്ചിരി വിയേർഡാണ് വ്ളോഗ് ചെയ്യാൻ. ബട്ട് സ്റ്റിൽ എനിക്ക് നാണം മാനമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്തതായിരിക്കും. ഞങ്ങൾ അവിടെ പള്ളിയിലിരുന്നപ്പോൾ നമ്മളെ ഇറക്കി വിട്ടു ഗൈസ്. ഇങ്ങനെ വെയിറ്റിംഗ് ഫോർ സർട്ടിഫിക്കറ്റ്സ്. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കിട്ടി. ഇതാണ് എൻ്റെ കോളേജിലെ ക്യാൻറ്റീൻ. ഒറ്റ മനുഷ്യനില്ല, ഫുഡുമില്ല, ഒന്നുമില്ല. എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും പറഞ്ഞുകൂടാ. ദാരിദ്ര്യം പിടിച്ച ക്യാൻറ്റീൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൈസ്? ഫുഡില്ലാത്ത ക്യാൻറ്റീൻ. ഹായ്, ഞങ്ങൾ ഒരു 1:30 മണിയായി ഗൈസ്. ഇതുവരെയായിട്ടും എനിക്ക് കിട്ടി സർട്ടിഫിക്കറ്റ്സ്. ഇവർക്കാർക്കും കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നെ ആദ്യമേ വിളിച്ച് തന്നു വിട്ട് ഗൈസ്, പറഞ്ഞു വിട്ട് ഗൈസ്. എന്നെ ടി സി തരത്തില്ലെന്ന് പറഞ്ഞു. 10 രൂപ അടയ്ക്കാനുണ്ടായിരുന്നു, അതിപ്പോഴാണ് അടച്ചത്. സോ 2 ഡേയ്സ് കഴിഞ്ഞ് തരത്തില്ലെന്ന് പറഞ്ഞു. എന്നെ തന്നു വിട്ടു. ഞാൻ ഇവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇരുന്നിരുന്നിരുന്ന് മടുത്തു. ജീവിതമൊക്കെ വെറുത്തൊരു ലുക്കാണ് ഗൈസ് എൻ്റെ മുഖത്ത്. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയെന്നാൽ ഇവർക്ക് കിട്ടിയതുമില്ല. ഞാൻ പിന്നെ ബോർഡിരിക്കുന്നതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ മാറി ഇരുന്ന് നോക്കി. എന്നിട്ടും എൻ്റെ ബോർഡി മാറിയില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഇവർക്ക് ഇവരുടെ TCM സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി. ദേൻ്റെ ഗൈസ് എൻ്റെ കോളേജ് നോക്കൂ. ആൻഡ് ദാറ്റ്സ് ശില്പു. ഞങ്ങളങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങി പാർക്കിങ്ങിലാണ്. വീട്ടിലോട്ട് ഹായ് ആകാശ്. യെസ്, ഞങ്ങൾ വീട്ടിലോട്ടാണോ ബേക്കറിയിലോട്ടാണോ ഒന്നും അറിയത്തില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഹായ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ ബേക്കറിയിൽ പോകാൻ തീരുമാനിച്ചു. ബാക്കിൽ എനിക്കൊരു പണിയില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി. ബാക്കിൽ താണ്ടി ആകാശും ശില്പയും പറന്നു വരുന്നു. ഞങ്ങളങ്ങനെ ബേക്കറി എത്തി. ഫുഡ് സെലക്ടിങ് ആണ് അറ്റ് വിസ്മയ. ഞാൻ അങ്ങനെ ഒരു പ്രിയാസോ വാങ്ങി. ശില്പു ഒരു ബീഫ് പപ്സ് വാങ്ങി. ആകാശം ബീഫ് പപ്സ്. ശാങ്കിരി ചിക്കൻ പപ്സ്. അങ്ങനെ ഞങ്ങൾ വെട്ടിക്കയറ്റുവാണ് ഗൈസ് ഫുഡൊക്കെ. ഞാൻ കഴിച്ചു ഗൈസ്. ഇവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ വീട്ടിൽ പോകും. എനിക്ക് വീട്ടിൽ പോകണം. എനിക്ക് മടുത്ത് ഗൈസ്. എല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് പോകുന്നു. ഒരു TC വാങ്ങാൻ പെട്ട പാട്. ഒരു TC അപ്പാരത അങ്ങനെ അതാണ് തമിഴ്നാട്ടിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി വീട്ടിൽ പോയിട്ട് എൻ്റെ ബാക്കി ജീവിതം ഞാൻ കാണിച്ചു തരുന്നതായിരുന്നു. ഇതുവരെയായിട്ട് ഞാൻ രാവിലെ കഴിച്ച 2 ബ്രെഡാണ് ഗൈസ്. ഇപ്പോഴാണ് ഫസ്റ്റ് സ്ഥലത്തോട്ട് പോയത്. പിന്നെ ഞാനും ശില്പവും അവിടെ നിന്ന് സ്വാതി സജിക്ക് വേണ്ടി കുറച്ച് ചീസൊക്കെ വാങ്ങി ഗൈസ്. റെഡ് ജിലേബി എന്ന് വേണ്ടത് ഓറഞ്ച് കളറാണ്. യെസ് ഇതാണ് പഞ്ചിപ്പ്. റെഡ് ജിലേബി എന്ന് പറഞ്ഞ ഓറഞ്ച് എങ്കിലിട്ട് വേണം. ഞാൻ മുള ഞാൻ മേടിച്ചില്ല. ഞാൻ ലഡു ഒന്നും വേണ്ട. കാജു കട്ട് ബർഫി വാങ്ങി. എനിക്ക് ഇഷ്ടമാണ്, അത് വാങ്ങാം. യെസ്, വി ആർ ബൈങ് കാജു ബർഫി ഗൈസ്. ഹായ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ അവരുടെ ടാറ്റ പറയുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ തൽക്കാലം നിങ്ങൾ എൻ്റെ ഫേസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഹായ് ഗൈസ്, ഞാനങ്ങനെ ഇപ്പം വീടെത്തി. എനിക്ക് ആക്ച്വലി 4 മണിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഞാൻ ഭയങ്കര ടയേർഡാണ് ഗൈസ്. ഞാൻ കരുതിയില്ല ഇത് ഇത്രയും ടയറിങ് ആയിരിക്കുമെന്ന്. ആരൊക്കെ കരുതി TC വാങ്ങാൻ ഇത്രയും സമയം എടുക്കുമെന്നൊക്കെ. ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എനിക്ക് കിട്ടി ഗൈസ്, ഒറിജിനൽ. ഞാൻ ആലോചിക്കട്ടെ പോണോ വേണ്ടിയോ. സോ ഹായ് ഗൈസ്, ഞാൻ അറ്റ് ലാസ്റ്റ് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഡാൻസ് ക്ലാസ്സിൽ പോവാം എന്ന് തീരുമാനിച്ചു. അപ്പം ഞാൻ സമയമായി, ലേറ്റായി. 5 മിനിറ്റും കൂടി ഉള്ളൂ 4 മണിയാകാൻ. ഞാൻ ഇനിയിപ്പോൾ എൻ്റെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് വെച്ച് ഡാൻസ് ക്ലാസ്സിൽ പോട്ടെ. ബായ്. ഹായ് ഗൈസ്, ഞാൻ ഇറങ്ങി ചെരുപ്പിട്ടിട്ട് ചുമ്മാ ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് നോക്കി. എനിക്ക് എത്ര മണിക്കാണ് ക്ലാസ്. എനിക്ക് വെറുതെ നോക്കാൻ തോന്നിയപ്പോഴാണ് 4:30ക്കാണ് എനിക്ക് ക്ലാസ്.
ഞാനിപ്പോൾ അവിടെ വരെ പോയി ചമ്മി നാറിപ്പോയേനെ. ഇപ്പോൾ എനിക്ക് അരമണിക്കൂറും കൂടി ഉണ്ട് ഗൈസ്. അപ്പം ഞാനത് കരുതി അത് ഇത്രയും നേരം ഇച്ചിരി ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഹൈഡ്രേറ്റ് ആവാം എന്ന്. ലഞ്ചൊന്നും കഴിച്ചില്ലല്ലോ. ഓക്കെ. ഞാനങ്ങനെ കഴിച്ചു, മേല് കഴുകി. ഞാൻ ആക്ച്വലി വിശപ്പ് കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഗേസ്. ഞാൻ വീണ്ടും ബ്രെഡും പീനട്ട് തന്നെ കഴിച്ചു. വേറെ ഡിന്നർ കഴിക്കും നമ്മൾ. ഇപ്പം മണി 8 മണിയായി ഗൈസ്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് മേല് കഴുകി. സുണ്ടറി ആയില്ല, അങ്ങനെ ഇരിക്കുവാണ്. ആക്ച്വലി ഞാൻ ഫുൾ ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയി ഗൈസ്. ഇത്രയ്ക്കും ടയറിങ് ഡേ ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇനി മിക്കവാറും ഇനിയൊന്നും പഠിക്കത്തൊന്നുമില്ല, ഒന്നും ചെയ്യത്തില്ല. ഐ എം ടയേർഡ്. സോ മോസ്റ്റ്ലി ഇനിയിപ്പം ഓൾമോസ്റ്റ് എൻ്റെ ഡേ തീരാറായി. ചില്ലിങ് ഒക്കെ ആയിരിക്കും. ഞാൻ ആ ചില്ലിങ് കാണിച്ചു തരുന്നതായിരിക്കും. Back then, because they spent 3 lakhs, I knew that the 10 lakhs I was giving to Ram was unreasonable. So I had the 20. Guys, when I on this Manya light, that means now it's my chilling time. ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ചില്ല് ചെയ്യുവാണ്. മിക്കവാറും ചില്ല് ചെയ്ത് തന്നെ ഈ ദിവസം തീർക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ഞാനിനി എന്തെങ്കിലും ചെയ്യുമ്പോൾ ബാക്കി റെക്കോർഡ് ചെയ്യാം. സോ ലെറ്റ് മീ ഗോ ആൻഡ് ഹാവ് മൈ ചിൽ ടൈം. ബൈ. ഹായ് ഗൈസ്, ഞാനിന്ന് ഇച്ചിരി ലേസി ആയതുകൊണ്ട് എൻ്റെ ഡിന്നറൊക്കെ റൂമിൽ കൊണ്ടുവന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഡിന്നറിന് ചപ്പാത്തി ആൻഡ് തക്കാളിക്കറിയാണ് ഗൈസ്. ഞാൻ നൈറ്റ് ആയതുകൊണ്ട് മുടിയൊക്കെ പിന്നി കെട്ടി ഗുഡ് നൈറ്റ് മോഡിനോട് റെഡി ആവുകയാണ്. ഞാനിനി ഇരുന്ന് ചപ്പാത്തി കഴിക്കട്ടെ. സോ യാ ഗൈസ്, ഞാനിവിടെ ഇരുന്ന് എൻ്റെ എൻ്റെ അല്ല യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിരുന്ന് ചില്ലായിട്ട് ഫുഡ് കഴിക്കുവാണ്. അതാണ് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ എന്തോ നോക്കി കഴിക്കുന്നത് പോലെ തോന്നുന്നത്. സോ ഹേ ഗായ്സ്, ഞാനങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന വ്ളോഗിൻ്റെ തുടക്കമൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇന്നത്തെ ഡേ തീരാറായി. ഞാൻ ആക്ച്വലി ഇന്നലെ രാത്രി ലേറ്റായി കിടക്കാൻ. ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് അതിൻ്റെ എല്ലാ ക്ഷീണവും എനിക്കുണ്ട്. ഉറക്കപ്പിച്ചുണ്ട്. കുറേ നാൾക്ക് ശേഷം ഡാൻസ് ക്ലാസ്സിൽ പോയതിൻ്റെ ടയർഡ്നെസ് ഉണ്ട്. സോ ഞാൻ കരുതി നേരത്തെ കിടക്കാം. നേരത്തെ എന്നല്ല, 11 മണിയായി. ഞാൻ കിടക്കാമെന്ന് കരുതി. സോ യാ, എൻ്റെ വ്ളോഗ് ഇതോടെ എൻ്റെ വ്ളോഗ് ഇന്നത്തെ തീരുന്നു. So for more such contents, do subscribe to my channel, like, share, subscribe guys. Bye.